ഹായ്, ഇറ്റ്സ് മീ ചന്ദ്രഹാസൻ അഗെയിൻ. ഇന്ന് ഞാനൊരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആർക്കൊക്കെ ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആരോടൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പ്രചോദനം തന്നത് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പല വ്യക്തികളെ ഞാൻ അപ്രോച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതിൽ വർക്കിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു, ബിസിനസ്സുകാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ തികച്ചും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു പുച്ഛം തോടു കൂടിയാണ് അവരിതിനെ കണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഇതിന് കാരണം? എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാരണം, അവർ ചെയ്യുന്ന മേഖല അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മെജോറിറ്റി ആളുകളും. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഒരു വ്യക്തി എന്തിനൊക്കെ ചെയ്യണം? അപ്പോൾ ഈ സോ കോൾഡ് നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ജോബ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ജോബ് എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ നല്ല എസ്റ്റാബ്ലിഷ് ആയ ബിസിനസ്സുകാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഒരു 6 മാസമോ 1 വർഷമോ 2 വർഷമോ ആരോഗ്യപരമായി ഡൗണായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നാൽ, നിങ്ങൾ ഏത് പ്രൊഫഷനായിക്കോട്ടെ അതിൽ നിന്ന് വരുമാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുമോ? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ നല്ല പണമുണ്ട്, നിങ്ങൾ പല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റിട്ടേൺസ് നേച്ചുറൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സേവനത്തിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുമോ? എനിക്കൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ വ്യക്തമായി നമുക്ക് പറയാം. എന്താണ് കാരണം? നിങ്ങളുടെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത്യാവശ്യമാണ്, ശരിയല്ലേ? എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാസീവ് ഇൻകമാണ്. എന്താണ് പാസീവ് ഇൻകം? സത്യത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക വഴി ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തിയുടെ ബെനഫിറ്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ എൻ്റെ വ്യക്തിഗതമായ പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ തുടക്കത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചുരുങ്ങിയതൊരു 3 മുതൽ 5 വർഷം വരെ ഞാനൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സമയമെടുക്കുകയാണ്. നോ മാറ്റർ ഫുൾ ടൈം ആയിക്കോട്ടെ പാർട്ട് ടൈം ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന തൊഴിലിനെ നിന്നും ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും സ്വാഭാവികമായിട്ടും. എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട്, വർക്കിന് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും വാല്യുബിളായിട്ടുള്ള 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഏതൊരു ഇൻഡിവിജ്വൽസിനും, ഏതൊരു പ്രൊഫഷണൽസിനും, ഏതൊരു ബിസിനസ്മാനും ഈ ഒരു ബിസിനസ്സിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഞാൻ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ, ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തത് കൊണ്ട് ആ നെറ്റ്വർക്കിൽ ഉള്ള വ്യക്തികൾ സ്വാഭാവികമായിട്ടും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ലഭിക്കുന്നത് ടൈം ലെവറേജ് ആണ്. അതായത് സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മിനിമം 8 മുതൽ 10 മണിക്കൂറൊക്കെയാണ് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ചില ആളുകൾ 14 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇവിടെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന 1000 പേരോ 10,000 പേരോ 1,00,000 പേരോ ഒരു ദിവസം 1 മണിക്കൂർ എഫേർട്ട് ഇടുകയാണെങ്കിൽ അത്രയും മാൻ അവേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ ബ്യൂട്ടിയും, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പാസീവ് ഇൻകവും. അതായത് ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എനിക്ക് എൻ്റെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലും എൻ്റെ ഇൻകത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഒരു വരുമാനമുണ്ടാക്കാൻ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരേ ഒരു ഓപ്ഷൻ. എന്നാൽ പണം കോടികൾ കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടൊക്കെ അവർക്ക് ജീവിക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ സാധാരണക്കാരന് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതും കുറഞ്ഞ മുതൽ മുടക്കിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. എന്നാൽ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫെയിലിയർ ഉണ്ട്. പക്ഷേ ഫെയിലിയർ എല്ലാ ബിസിനസ്സിലും ഫെയിലിയർ ഉണ്ട്. ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, അതിൽ എത്ര പേര് സ്പെഷ്യലൈസ് ചെയ്ത് ഫേമസ് ആകുന്നുണ്ട്? ആയിരക്കണക്കിന് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ആയിരക്കണക്കിന് എൻജിനീയേഴ്സ് ഉണ്ട്,
ആയിരക്കണക്കിന് ബിസിനസ് മാൻമാരുണ്ട്. അതിലെത്ര ശതമാനം ആളുകൾ സക്സസ്ഫുള്ളായിട്ട് അവരുടെ പ്രവൃത്തിയിൽ സക്സസ്ഫുള്ളായിട്ടുണ്ട്? മേ ബി 1 to 5%. അത് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിന് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്ത് വർക്ക് ചെയ്താൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ആകെ കൂടി നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയം മാത്രമാണ്. എന്നാൽ മറ്റെല്ലാ മേഖലയിലും നിങ്ങളുടെ പണം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ ബ്യൂട്ടി. ഇനി ഒരു വ്യക്തി എന്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ വരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? നമുക്കറിയാം, ഈ സോ കോൾഡ് ബിസിനസ് മാൻ ആയിക്കോട്ടെ, പ്രൊഫഷണലായിട്ട് തിരക്കുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ അവരുദ്ദേശിച്ച രീതിയിൽ സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അവരുദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പലപ്പോഴും അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. മണി ഫ്രീഡം എൻജോയ് ചെയ്യുന്ന എത്ര ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്? ഇതുകൂടാതെ ഒരു വ്യക്തി എന്തിന് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യത്തിനും പുറമെ അനേകം ഫാക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതിന് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അനന്തമായ സാധ്യതകളുണ്ട്. ഒരു MBA സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് എന്ത് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്? പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോലും എക്സ്പോഷർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രസൻറ്റേഷൻ ചെയ്യാനും ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവതരിപ്പിക്കാനും എല്ലാത്തിനും ഉള്ള എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് നമ്മളെല്ലാവരും കയ്യിൽ പൈസ ഉണ്ടാകുന്ന എത്ര പേര് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ട്രിപ്പുകൾ പോകാറുണ്ട്, ട്രിപ്പുകൾ എൻജോയ് ചെയ്യാറുണ്ട്. എൻജോയ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ടെൻഷനാണ് പൈസ ചിലവ്, അല്ലേ? നമ്മുടെ സേവിങ്സിനാണ് നമ്മൾ ചിലവാക്കി പോകുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒത്തിരി പേര് അനേകം കൺട്രീസ് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാം. റിട്ടയർ ആയിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് റിട്ടയറായിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന മെജോറിറ്റി ആളുകളും ഒരു 5-6 വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുമായി അടിമപ്പെട്ട് അവർ വളരെ ഫ്രസ്ട്രേഷനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവർ വർഷങ്ങളായിട്ട് റൂട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തി ഒരു സുപ്രഭാതത്തിൽ നിലയ്ക്കുമ്പോൾ മാനസികമായിട്ട് ഒത്തിരി പിരിമുറുക്കം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ കാണാം. ചില വ്യക്തികൾ അതുപോലെ തന്നെ സമൂഹത്തിൽ വില വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു വില വേണം. അത്തരം ആളുകൾക്ക് ഇതിൽ അച്ചീവ്മെൻ്റ് എടുത്ത് ഒത്തിരി ആരാധകരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ആരാധകരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? ഒരു ഫിലിം സ്റ്റാറിന് അദ്ദേഹത്തിൻ്റേത് കലാപരമായ കഴിവ് വേണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന് അദ്ദേഹത്തിൻ്റേതായ കഴിവ് വേണം. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ സക്സസ് ആയാൽ അനേകായിരം ലക്ഷക്കണക്കിന് ആരാധകരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ സർവീസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, പ്രത്യേകിച്ച് വെൽനസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല ഫാമിലീസിനും അവരുടെ രോഗാവസ്ഥയിൽ വളരെയധികം നല്ല സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ ഏത് രീതിയിൽ കാണുന്നു ആ രീതിയിൽ നമുക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കാതെ ഇതൊന്നും സംഭാവികമല്ല, അല്ലെങ്കിൽ സംഭവിക്കുന്നതല്ല. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതിന്? പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം, മണി മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം, ടൈം മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ള ഒരു ബിഗ് ടാസ്ക് ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ അത്തരം അവസരത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഒരു ആൾട്ടർനേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാനും ഇൻഫർമേഷൻ തരാനും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഉള്ള വിശ്വാസത്തോടു കൂടി ഞാൻ സൈൻ ഓഫ് ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച്. സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.